അപ്പോൾ ബാംഗ്ലൂരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാഞ്ചീപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി ഞങ്ങളൊന്ന് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്നുള്ളൊരു വിചാരത്തിലിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ താഴെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കോംബോസ് ഒക്കെ കിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാനതാണ് ഓർഡർ ചെയ്തത്. അതിൽ മസാല ദോശ, ഇഡ്ഡലി, സാമ്പാറിൽ അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പിന്നെ ഉപ്മാവ്, കേസരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞങ്ങൾ രാത്രി ലേറ്റായിട്ടാണ് കേട്ടോ കാഞ്ചീപുരത്ത് എത്തിയത്. നമുക്ക് റൂം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ ടൈം എടുത്തു, കാരണം എല്ലാം ഫുള്ളായിരുന്നു. പിന്നെ കുറേ സമയം എടുത്ത് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒരു നല്ല റൂം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി എന്നാൽ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. പിന്നെ ഈ കാഞ്ചീപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസിനായിട്ട് വന്നതുകൊണ്ട് നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഇത് കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിലാണ്. അവിടെ പോയി പിന്നെന്താണ് നമ്മുടെ കൈലാസനാഥ ടെമ്പിൾ, അവിടെയൊക്കെ പോയി ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടിങ്ങനെ പോരുമായിരുന്നു. ഇനി എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കാഞ്ചീപുരത്തേക്ക്. അപ്പോൾ എന്തായാലും അത് വേഗം തന്നെ നടക്കട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കാഞ്ചീപുരം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും.